കടലിൽ ഒരാൾ ദിക്കും ദിശയും അറിയാതെ കുടുങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കും? നമ്മൾ നമ്മുടെ കാര്യം വെച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. കേടായ ഒരു മത്സ്യബന്ധന ബോട്ടിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവുമില്ലാതെ നമുക്ക് എത്ര നാൾ സർവൈവ് ചെയ്യാൻ കഴിയും? സാധാരണ രീതിയിൽ ഒരു മനുഷ്യന് ഒരാഴ്ചക്കപ്പുറം ഒരിക്കലും ജീവനോടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ ഭാവനകളെയെല്ലാം തോൽപ്പിക്കുന്ന ഒരു യഥാർത്ഥ അതിജീവനത്തിൻ്റെ കഥയാണത്. അറ്റമില്ലാത്ത മഹാസമുദ്രത്തിൻ്റെ നടുവിൽ കത്തിയെരിയുന്ന വെയിലും ആർത്തലിക്കുന്ന തിരമാലകളും മാത്രം കൂട്ടിനുണ്ടായിരുന്ന നീണ്ട 438 ദിവസങ്ങൾ. മരണത്തിൻ്റെ നിഴലിൽ നിന്നും 14 മാസത്തോളം പൊരുതി ജീവനോടെ അതിജീവിച്ച് കരയിലെത്തിയ ജോസ് സാൽവഡോർ അൽവാരംഗ എന്ന മനുഷ്യൻ്റെ അവിശ്വസനീയമായ അതിജീവന പോരാട്ടത്തിൻ്റെ കഥയാണ് നമ്മളിന്ന് ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പറയുന്നത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. 2012 നവംബർ 17 പ്രഭാതം മെക്സിക്കോയിലെ ചിയാപ്പാസ് തീരത്തുള്ള കോസ്റ്റ അസൂൽ എന്ന ചെറിയ മത്സ്യബന്ധന ഗ്രാമം പതിവ് പോലെ ഉണർന്നു കഴിഞ്ഞിരുന്നു. പസഫിക് സമുദ്രത്തിൻ്റെ നീലിമയിൽ തട്ടി സ്വർണ്ണവർണ്ണത്തിൽ പ്രകാശിക്കുന്ന ആദ്യ സൂര്യകിരണങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പതിക്കുമ്പോൾ മനുഷ്യർ തങ്ങളുടെ ദൈനംദിന തിരക്കുകളിലേക്ക് കടന്നിരുന്നു. ചിലർ വള്ളങ്ങൾ നന്നാക്കുന്നു, മറ്റു ചിലർ വലകൾ ഒരുക്കുന്നു, ചിലരാകട്ടെ പിടിച്ചുകൊണ്ടുവന്ന മീനുകളുമായി ചന്തയിലേക്ക് തിടുക്കത്തിൽ നടക്കുന്നു. ഈ തിരക്കുകൾക്കിടയിലാണ് അന്ന് 36-കാരനായ ജോസ് സാൽവഡോർ അൽവാരംഗെ റോഡ്രിഗസ് എന്നയാളുടെ താൻ സ്ഥിരമായി വാടകയ്ക്കെടുക്കുന്ന ബോട്ട് യാത്രയ്ക്കായി ഒരുക്കുന്നത്. അൽവാരംഗെ വെറുമൊരു മത്സ്യബന്ധന തൊഴിലാളി എന്നതിലുപരി കടലിനെ കൈവെള്ളയിലെന്നപോലെ അറിയുന്ന ഒരു പ്രതിഭയായിരുന്നു. യഥാർത്ഥത്തിൽ എൽ സാൽവഡോർ സ്വദേശിയായ അദ്ദേഹം വർഷങ്ങളായി മെക്സിക്കോയിലെ ഈ അപകടം പിടിച്ച കടലിലാണ് ഉപജീവനം കണ്ടെത്തുന്നത്. ചെറുപ്പം മുതലേ കടലിനെ കൂട്ടുപിടിച്ച ജോസ് അൽവാരംഗെ കടലിൻ്റെ പല ഭീകരഭാവങ്ങളും കണ്ടു വളർന്നവൻ കൂടിയാണ്. അന്നും പതിവ് പോലുള്ള ആത്മവിശ്വാസത്തോടെയാണ് അൽവാരംഗെ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. ലക്ഷ്യം മറ്റൊന്നുമല്ല, 100 കണക്കിന് കിലോ മീനുകളുമായി മടങ്ങിയെത്തുക. സാധാരണയായി അവൻ്റെ വിശ്വസ്ത കൂട്ടുകാരനായ റേ പെരേസ് ആയിരുന്നു അവനോടൊപ്പം മത്സ്യബന്ധനത്തിനായി കടലിൽ പോകാൻ വരാറുള്ളത്. പെരസ് എത്തിച്ചേരും എന്ന പ്രതീക്ഷയോടെ ജോസ് അൽവാരംഗെ ബോട്ടിൽ മത്സ്യബന്ധനത്തിനായിട്ടുള്ള വള്ളവും വലയും ബോട്ടിൻ്റെ ഫ്രീസർ ബോക്സിൽ ഐസും എല്ലാം സജ്ജമാക്കി. ബോട്ട് മത്സ്യബന്ധനത്തിനായി തയ്യാറാക്കി നിർത്തി. എന്നാൽ അവസാനത്തെ നിമിഷത്തിലാണ് റേ പെരേസിന് അന്ന് ചില കാരണങ്ങളാൽ മത്സ്യബന്ധനത്തിന് കടലിൽ പോകാൻ എത്താൻ കഴിയില്ല എന്ന് ജോസ് അറിയുന്നത്. ജോസ് ആകെ നിരാശനായി. കാരണം ബോട്ടിൽ വള്ളവും വലയും മീനുകൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഐസും 3 ദിവസത്തേക്കുള്ള ഭക്ഷണവും എല്ലാം സജ്ജീകരിച്ച് ബോട്ട് പുറപ്പെടാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. ആയതിനാൽ തന്നെ ഇനിയൊരു പിന്മാറ്റത്തിന് ജോസിൻ്റെ മനസ്സ് അനുവദിച്ചില്ല. എങ്ങനെയും കടലിൽ പോയേ പറ്റൂ. ധാരാളം മീൻ പിടിക്കണം, അത് കരയിൽ കൊണ്ടുവന്ന് അത് വിറ്റ് പൈസയാക്കണം. പക്ഷേ കടലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ തന്നോടൊപ്പം ഒരു കൈസഹായത്തിന് ഒരാൾ അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ബോട്ട് ചട്ടിക്കടുത്തായി കടൽ തീരത്ത് ഒരു പയ്യൻ അലസ്യമായി നിൽക്കുന്നത് ജോസ് കാണുന്നത്. ജോസ് ആ പയ്യൻ്റെ അടുത്തേക്ക് ചെന്നു. ആ പയ്യനോട് അദ്ദേഹം പേര് ചോദിച്ചു. ആ പയ്യൻ പറഞ്ഞു, എൻ്റെ പേര് ഇസക്കിയേൽ കൊർഡോബ. അപ്പോൾ തന്നെ ജോസ് ആ പയ്യനോട് ചോദിച്ചു, ഇസക്കിയേൽ, താങ്കൾക്ക് എൻ്റെ കൂടെ മത്സ്യബന്ധനത്തിനായി വരാമോ? എൻ്റെ സുഹൃത്തിന് ചില അസൗകര്യങ്ങളാൽ ഇന്ന് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. ഒരു കൈസഹായത്തിനായി താങ്കൾക്ക് എൻ്റെ കൂടെ വരാമോ? വന്നാൽ കിട്ടുന്ന മത്സ്യം വിറ്റുകിട്ടുന്ന പണത്തിൽ നിന്ന് നല്ലൊരു പ്രതിഫലം നൽകാം. ആദ്യമായി കടലിൽ പോയി മീൻ പിടിക്കാൻ കിട്ടിയ അവസരം 23-കാരനായ ഇസക്കിയേൽ കൊർഡോബ പാഴാക്കിയില്ല. വളരെ സന്തോഷത്തോടെ വരാം എന്നവൻ സമ്മതിച്ചു. അങ്ങനെ അവർ ഇരുവരും മത്സ്യബന്ധനത്തിനായി മെക്സിക്കോയിലെ കോസ്റ്റ അസൂൽ എന്ന മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്നും യാത്ര തിരിച്ചു. സാധാരണയായി 3 മണിക്കൂർ മാത്രം നീളുന്ന ഒരു ലളിതമായ യാത്രയായിരുന്നു അത്. ജോസ് അൽവാരംഗയെ സംബന്ധിച്ച് ഇത് തികച്ചും സാധാരണമായ ഒരു ദിവസം മാത്രമായിരുന്നു. എന്നാൽ തൻ്റെ അന്നത്തിനുള്ള വക തന്നുകൊണ്ടിരിക്കുന്ന കടലമ്മ തൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത നരകതുല്യമായ ഒരു അനുഭവം തരാൻ കാത്തിരിക്കുകയാണെന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. കരയിൽ നിന്നും ഏറെ അകലേക്ക് നീങ്ങിയ ജോസ് അൽവാരംഗെ തൻ്റെ 25 അടി നീളമുള്ള ബോട്ട് പസഫിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പായിച്ചു.
മണിക്കൂറുകൾ നീണ്ട യാത്രകൾക്കൊടുവിൽ അവർ തീരത്ത് നിന്നും ഏകദേശം 75 മൈൽ അകലെ എത്തി. ധാരാളമായി മീൻ കിട്ടാൻ സാധ്യതയുള്ള ഒരിടം കൃത്യമായി മനസ്സിലാക്കി അവർ വലയെറിഞ്ഞു. അധികം വൈകാതെ തന്നെ വലിയ മീനുകൾ വലയ്ക്കുള്ളിൽ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ജോസും അവൻ്റെ സഹായിയായി വന്ന ഇസക്കിയേലും ചേർന്ന് ആ മീനുകളെല്ലാം തങ്ങളുടെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി. വെറും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 500 കിലോയിലധികം മീനുകളാണ് അവർ പിടികൂടിയത്. അതോടെ രണ്ടുപേരുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ജോസ് ഇസക്കിയേലിനോട് പറഞ്ഞു, ഇസക്കിയേൽ, നീ വളരെ രാശിയുള്ളവനാണ്. നിന്നെയും കൂട്ടി വന്ന ആദ്യ ദിവസത്തിൽ തന്നെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ മത്സ്യങ്ങൾ ലഭിച്ചല്ലോ. അവരുടെ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലായിരുന്നു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. അന്നത്തെ അധ്വാനത്തിൻ്റെ ക്ഷീണം അകറ്റിക്കൊണ്ട് അവർ ആ ബോട്ടിൽ വിജനമായ കടലിൻ്റെ തണുത്ത കാറ്റേറ്റവർ വിശ്രമിച്ചു. ആ ആഴക്കടലിൽ രാത്രി മുഴുവൻ ചിലവഴിച്ചുകൊണ്ട് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങൾക്ക് താഴെ തിരമാലകളിൽ ഊഞ്ഞാലാടിക്കൊണ്ട് അവർ ആഹാരം കഴിച്ചു, മീൻ പിടിച്ചു, തമാശകൾ പറഞ്ഞു ചിരിച്ചു. ഒരു സ്വപ്നം പോലെ മനോഹരമായിരുന്നു ആ നിമിഷങ്ങൾ. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. പെട്ടെന്നാണ് എല്ലാം തകിടം മറിഞ്ഞത്. രാത്രി ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറി മറിഞ്ഞു. കടലിൽ അതിശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുകയാണ്. അതിശക്തമായ കാറ്റും മഴയും. കാറ്റ് ഭീകരമായി വീശിയടിക്കാൻ തുടങ്ങി. ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി. മഴയുടെ ശക്തിയും കാറ്റിനൊപ്പം വർദ്ധിക്കുന്നുണ്ട്. തിരമാലകൾക്ക് വേഗതയും ഉയരവും കൂടി വന്നു. പ്രകൃതിയുടെ അസ്വാഭാവികതയാൽ ഇരുവരും ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റു. ഇസക്കിയേൽ വളരെയധികം ഭയപ്പെട്ടിരിക്കുന്നു. ഇസക്കിയേൽ ആദ്യമായിട്ടാണ് കടലിലെ ഭീകരമായ ഈ അന്തരീക്ഷം നേരിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസക്കിയേൽ വളരെയധികം പേടിച്ചു വിരണ്ടുപോയി. ഇതേ സമയം ജോസ് അൽവാരങ്കെ ഇസക്കിയേലിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പേടിക്കേണ്ടതായി ഒന്നുമില്ല. നമ്മൾ മത്സ്യബന്ധനക്കാർ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളവരാ. കൂടിപ്പോയാൽ 7-8 മണിക്കൂർ. അത് കഴിയുമ്പോൾ കാറ്റ് ശമിക്കും, കടലും ശാന്തമാകും. എന്നാൽ ആ ആശ്വാസ വാക്കുകൾക്ക് ഒതുക്കി നിർത്താൻ കഴിയുന്നതായിരുന്നില്ല കടലിൻ്റെ അന്നത്തെ ഭീകരത. ഒരു അതിശക്തമായ കൊടുങ്കാറ്റ് അവരുടെ ബോട്ടിനെ ചുറ്റി വരിഞ്ഞു. കാറ്റ് കലിതുള്ളി വീശിയപ്പോൾ ഉയർന്നു വന്ന കൂറ്റൻ തിരമാലകൾ ബോട്ടിനുള്ളിലേക്ക് ഇരച്ചു കയറി. അതിശക്തമായ കാറ്റിലും തിരമാലയിലും പെട്ട് ബോട്ടിൻ്റെ യന്ത്ര സംവിധാനങ്ങളെല്ലാം താറുമാറായി. ബോട്ടിൽ ഘടിപ്പിച്ചിരുന്ന ഫിഷിംഗ് സംവിധാനങ്ങളെല്ലാം തകരാറിലായി. ഒരു നിമിഷം പോലും കളയാതെ ജോസ് അൽവാരങ്കെ ആടി ഉലയുന്ന തിരമാലകളോട് പൊരുതി ബോട്ട് തിരികെ കരയിലേക്ക് ഓട്ടിക്കാൻ ശ്രമിച്ചു. എന്നാൽ കാലാവസ്ഥ കൂടുതൽ വഷളാവുകയും സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാവുകയും ചെയ്തു. ബോട്ടിൽ അതിവേഗം വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇസക്കിയേൽ തനിക്കാവുന്നതുപോലെ വെള്ളം പുറത്തേക്ക് കോരിക്കളയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഭയമൂലം അവൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് സഹായത്തിനായി നിലവിളിച്ചു. ഇതേസമയം ജോസ് അൽവാരങ്കെ തൻ്റെ പക്കലുണ്ടായിരുന്ന വയർലെസ് ഫോൺ വഴി ബോട്ടുടമയായ റോഡ്രിഗസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അത് കണക്റ്റായില്ല. തൻ്റെ പക്കലുണ്ടായിരുന്ന എക്സ്ട്രാ ബാറ്ററി ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും കടലിലെ കനത്ത കാറ്റിനാലും മഴയാലും കരയുമായി വ്യക്തമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിഞ്ഞില്ല. ഈ സമയത്തെല്ലാം അവരുടെ ബോട്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഉൾക്കടലിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. ചുഴറ്റിയടിക്കുന്ന കാറ്റിനാലും ആർത്തിരമുന്ന തിരമാലകളാലും ബോട്ടിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതും ബോട്ടിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതും അവരെ ഏറെ പ്രതിസന്ധിയിലാഴ്ത്തി. അന്ന് അവർ പിടിച്ച 500 കിലോയിലധികമുള്ള മത്സ്യത്തിൻ്റെ ഭാരം ആ ബോട്ടിനെ കടലിലേക്ക് മുക്കിക്കളയുമോ എന്നവർ ഭയന്നു. അങ്ങനെ അവർ ആ ക്രൂരമായ തീരുമാനമെടുത്തു. തങ്ങൾ പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് പിടിച്ച മീനുകളെല്ലാം കടലിലേക്ക് തന്നെ തിരിച്ചെറിയാൻ തുടങ്ങി. അങ്ങനെ ജോസ് അൽവാരങ്കയും ഇസക്കിയേലും ചേർന്ന് ബോട്ടിൽ നിന്ന് മീനുകളെല്ലാം കടലിലേക്ക് എറിഞ്ഞ് ബോട്ടിൻ്റെ ഭാരം കുറച്ചു. അപ്പോഴും കടലിലെ കൊടുങ്കാറ്റും കൂറ്റൻ തിരമാലകളും ശക്തിയേറിയ മഴയും ബോട്ടിനെ ശക്തമായി പ്രഹരിച്ചുകൊണ്ടേയിരുന്നു. ബോട്ടിൻ്റെ എഞ്ചിൻ പെട്ടെന്ന് നിലച്ചു. അതിൻ്റെ ഒടുവിലത്തെ കിതപ്പ് ഒരു മരണമണി പോലെയാണ് അവർക്ക് തോന്നിയത്. അവർ വളരെ വലിയൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്. കടലിൻ്റെ ദുഷ്കരമായ കാലാവസ്ഥയിൽ ആ ബോട്ട് ദിക്കോ ദിശയോ ഇല്ലാതെ ആ കടലിൽ ഒഴുകി. തീരപ്രദേശത്ത് നിന്നും അവർ ഉൾക്കടലിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തീരവും ദിശയും അറിയാതെ അവർക്കിനി രക്ഷപ്പെടാൻ മറ്റൊരാളുടെ സഹായമില്ലാതെ ഇനി ആകില്ല. ബോട്ടിൽ റെഡ് റണ്ണിംഗ് സിഗ്നലുകളൊന്നും തന്നെ ആക്റ്റീവല്ല.
ആ രണ്ടുപേരും ദിശയറിയാതെ ഉൾക്കടലിൽ പെട്ടുപോയി. എഞ്ചിൻ കേടാവുകയും മലനിരകൾ പോലെ തിരമാലകൾ ഉയർന്നു വരികയും ചെയ്തതോടെ ബോട്ട് ഏത് നിമിഷവും മറിയുമെന്ന അവസ്ഥയിലായി. ജോസ് അൾവാരംഗെ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചു. കുടിവെള്ളവും ഇന്ധനവും ശേഖരിക്കുന്നതിനായി ബോട്ടിൽ കരുതിയിരുന്ന 50ഓളം പ്ലാസ്റ്റിക് ക്യാനുകൾ അവൻ ബോട്ടുമായി ഘടിപ്പിച്ച ഒരു കയറിൽ കെട്ടി കടലിലേക്ക് എറിഞ്ഞു. നങ്കൂരമില്ലാത്ത ആ ബോട്ടിന് അത് താൽക്കാലികമായി ഒരു കവചം പോലെ പ്രവർത്തിച്ചു. മരണത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാതെ ബോട്ടിനെ ഒരു പരിധിവരെ കൂറ്റൻ തിരമാലകളിൽ നിന്ന് അത് സംരക്ഷണം നൽകി. പ്രകൃതിയോടവർ ആവുന്നതുപോലെ പോരാടിയെങ്കിലും ഭാഗ്യം അവരെ തുണച്ചില്ല. രാവിലെ 10 മണിയോടെ റേഡിയോയുടെ ബാറ്ററിയും തീർന്നു. അതോടെ പുറം ലോകവുമായുള്ള അവരുടെ അവസാന ബന്ധവും അറ്റുപോയി. തങ്ങൾ എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. സഹായത്തിനായി വിളിക്കാൻ ഒരു മാർഗവുമില്ല. ആ വിശാലമായ പസഫിക് സമുദ്രത്തിൽ അവർ തീർത്തും ഒറ്റപ്പെട്ടുപോയി. അവരുടെ അവസ്ഥ എത്രത്തോളം ഭയാനകരമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 71% വെള്ളത്താൽ മൂടപ്പെട്ടതാണ്. അതിൽ ഏറ്റവും വലിയ ഭാഗമാണ് പസഫിക് സമുദ്രം. ലോകത്തിലെ മുഴുവൻ കരപ്രദേശങ്ങളും കൂട്ടിവെച്ചാൽ കിട്ടുന്നതിനേക്കാൾ വലിയൊരു മഹാസമുദ്രം. ആ സമുദ്രത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് തുഴയാൻ പോലും കഴിയാതെ കേടായ ഒരു ബോട്ടിൽ 2 മനുഷ്യജീവനുകൾ. അവർ രക്ഷപ്പെടുക അസാധ്യമെന്ന് തന്നെ പറയാവുന്ന സാഹചര്യം. 4 പാടും അലറി വിളിക്കുന്ന അറ്റമില്ലാത്ത കടൽ മാത്രം. നിമിഷം തോറും മാറിമറിയുന്ന കാലാവസ്ഥ. ഓരോ നിമിഷവും നെഞ്ചിലേക്ക് ഇടിച്ചിറങ്ങുന്ന മരണഭയം. അവർ അത്രമേൽ ദൂരത്തേക്ക് ഒഴുക്കിൽപ്പെട്ടു പോയിരുന്നു. ഇതേസമയം കടലിലെ ആ ന്യൂനമർദ്ദം കരയിലും വലിയ കൊടുങ്കാറ്റുകൾക്കും കഠിനമായ മഴയ്ക്കും കാരണമായിരുന്നു. ജോസ് അൾവാരംഗെ കടലിൽ കൊണ്ടുപോയിരുന്ന ആ ബോട്ടിൻ്റെ ഉടമയായ റോഡ്രിഗസിന് തൻ്റെ ബോട്ടിലെ GPS ട്രാക്ക് ചെയ്യാൻ കഴിയാത്തതിനാലും ജോസ് അൾവാരംഗെ തൻ്റെ വയർലെസ് ഫോണുമായി കണക്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നതായി മനസ്സിലാക്കിയതോടെ കടലിലെ ന്യൂനമർദ്ദത്തിൽ അവർക്കെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ റോഡ്രിഗസ് കോസ്റ്റ് ഗാർഡുകളുടെ സഹായത്തോടെ 2 ദിവസത്തോളം തിരച്ചിൽ സംഘങ്ങളെ അയച്ചുവെങ്കിലും അവരെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ഇതേസമയം ആ കരയിൽ ആരോടും പറയാതെ ജോസ് അൾവാരംഗയ്ക്കൊപ്പം കടലിൽ പോയിരുന്ന ഇസക്കിയേലിൻ്റെ മിസ്സിംഗ് വാർത്തയും പരന്നിരുന്നു. എന്നാൽ ഇതേസമയം അങ്ങ് പസഫിക് ഉൾക്കടലിൽ ജോസ് അൾവാരംഗയുടെയും ഇസക്കിയേലിൻ്റെയും ഭീതിജനകമായ കഥ അവിടെ തുടങ്ങുക മാത്രമാണ് ചെയ്തത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നത് മരണത്തെക്കാൾ ഭീകരമായ അവസ്ഥകളായിരുന്നു. പലപ്പോഴും മരണമായിരുന്നു ഇതിലും ഭേദമെന്ന് അവർക്ക് തോന്നിപ്പോയിട്ടുണ്ടാകാം. വെറും 3 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമായിരുന്നു അവർ ബോട്ടിൽ കരുതിയിരുന്നത്. ബോട്ടിൻ്റെ യന്ത്രഭാഗങ്ങളെല്ലാം തകരാറിലായി കഴിഞ്ഞിരുന്നു. ദിക്കോ ദിശയോ അറിയാതെ തിരകളുടെ ഓളങ്ങളിലും കാറ്റിലും പെട്ട് ആ ബോട്ട് എങ്ങോട്ടെന്നില്ലാതെ കടലിൽ ഒഴുകി നടക്കുന്നു. അതിൽ 2 മനുഷ്യജീവനുകളും. തങ്ങൾ കടലിൽ എവിടെയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ വെയിലും കാറ്റും മഴയുമേറ്റ് ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇസക്കിയേലിന് തൻ്റെ മാതാപിതാക്കളെ കാണണമെന്നും എങ്ങനെയും വീട്ടിൽ എത്തിച്ചേരണമെന്നൊക്കെ സങ്കടം പറയാൻ തുടങ്ങി. ഏതെങ്കിലും കപ്പലോ അല്ലെങ്കിൽ ജെറ്റ് വിമാനങ്ങളോ ഏതെങ്കിലും ഇതുവഴി പോവുകയാണെങ്കിൽ അവരോട് എങ്ങനെയെങ്കിലും സഹായം അഭ്യർത്ഥിക്കാം. ആരെങ്കിലും നമ്മളെ കണ്ടെത്തിയാൽ അവർ നമ്മളെ രക്ഷപ്പെടുത്തും. നീ ആത്മവിശ്വാസത്തോടെ ധൈര്യമായി ഇരിക്കൂ എന്ന് പറഞ്ഞ് ജോസ് അൾവാരംഗ ഇസക്കിയേലിനെ ആശ്വസിപ്പിക്കുന്നു. ദിവസങ്ങളോളം ആ കൊടുങ്കാറ്റ് അവരെ ക്രൂരമായി തല്ലിത്തകർത്തു. ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം അവർ നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു. അങ്ങനെ നീണ്ട 5 ദിവസങ്ങൾ കടന്നുപോയി. 6ാമത്തെ ദിവസമാണ് കൊടുങ്കാറ്റ് ഒടുവിൽ ശാന്തമായത്. പക്ഷേ അപ്പോഴേക്കും അവർ കരയിൽ നിന്നും 100 കണക്കിന് കിലോമീറ്റർ അകലേക്ക് ഒഴുകിപ്പോയിരുന്നു. തങ്ങളിപ്പോൾ എവിടെയാണെന്ന് അവർക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അന്തമില്ലാതെ പരന്നു കിടക്കുന്ന ആ മഹാസമുദ്രത്തിൽ ഒരു ചെറിയ ഉറുമ്പ് പെട്ടതുപോലെയായിരുന്നു അവരുടെ അവസ്ഥ. ആ കൊടും കാലാവസ്ഥയിൽ അതിജീവിക്കൂ എന്നത് അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു. പകൽ സമയത്ത് ശരീരമാകെ പൊള്ളിക്കുന്ന കടുത്ത വെയിൽ, രാത്രിയിലാകട്ടെ അസ്ഥിയിലേക്ക് തുളച്ചു കയറുന്ന മരം കോച്ചുന്ന തണുപ്പും. അതിൽ നിന്നും രക്ഷപ്പെടാൻ അവർ ഒരു വഴി കണ്ടെത്തി. ബോട്ടിലുണ്ടായിരുന്ന ഏകദേശം ഒരു ഫ്രിഡ്ജിൻ്റെ വലിപ്പമുള്ള ഐസ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബോക്സ് അവർ കമഴ്ത്തി വെച്ച് അതിനടിയിൽ ഒളിച്ചിരുന്നു. തിരമാലകൾ അടിച്ചു കയറി ബോട്ടിൽ വെള്ളം നിറയുമ്പോഴൊക്കെ അവർ ആ വെള്ളം കോരിക്കളയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെ വേട്ടയാടുന്നത് അസഹനീയമായ വിശപ്പും ദാഹവുമാണ്.
കടലിൽ മഴ പെയ്യാത്ത ദിവസങ്ങളിൽ നരകതുല്യമായ ജീവിതമായിരുന്നു ഇരുവരും നേരിട്ടിരുന്നത്. കഠിനമായ സൂര്യതാപമേൽക്കുകയും വളരെ വലിയ തോതിൽ നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്തു. മരണം മുന്നിൽ കണ്ട നിമിഷങ്ങൾ. ചുറ്റും നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം വെള്ളം മാത്രമുണ്ട്. പക്ഷേ ഉപ്പുവെള്ളം കുടിച്ചാൽ മരണം കൂടുതൽ വേഗത്തിലാകും. ഒരു തുള്ളി മഴയ്ക്കായി അവർ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ദിവസങ്ങളോളം മഴ പെയ്യാതിരുന്നപ്പോൾ നിവൃത്തിയില്ലാതെ ജോസ് അൽവാരംഗെ സ്വന്തം മൂത്രം കുടിക്കാൻ തുടങ്ങി. ഇത് കണ്ട് കൂടെയുണ്ടായിരുന്ന ഇസക്കിയേൽ ആദ്യം അറപ്പോടെ വിസമ്മതിച്ചുവെങ്കിലും ജീവൻ നിലനിർത്താൻ അൽവാരംഗയുടെ നിർബന്ധത്തിന് വഴങ്ങി അവനും അത് ചെയ്യേണ്ടി വന്നു. കൊടുങ്കാറ്റിൽ മീൻപിടുത്ത വലകളും ചൂണ്ടകളുമെല്ലാം നഷ്ടപ്പെട്ടിരുന്നതിനാൽ ഭക്ഷണം കണ്ടെത്തുക എന്നതും വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഇവിടെയും ജോസ് അൽവാരംഗ ഒരു പുതിയ വഴി കണ്ടെത്തി. അവൻ ബോട്ടിൻ്റെ അരികിൽ മുട്ടുകുത്തി നിന്ന് കൈകൾ വെള്ളത്തിലേക്ക് താഴ്ത്തി വയ്ക്കും. ഏതെങ്കിലും മീൻ വന്ന് കയ്യിൽ തട്ടുമ്പോൾ അതിനെ വേഗത്തിൽ പിടിച്ച് ബോട്ടിലേക്ക് എറിയും. ഇങ്ങനെ പിടികൂടുന്ന മീനുകളെയും ചിലപ്പോഴൊക്കെ ബോട്ടിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന കടൽ പക്ഷികളെ അവൻ അനങ്ങാതെ കാത്തിരുന്ന് പിടികൂടി പച്ചയ്ക്ക് ഭക്ഷണമാക്കി. മഴ പെയ്യാത്ത സമയങ്ങളിൽ നിർജ്ജലീകരണം തടയുവാൻ സ്വന്തം മൂത്രം കുടിച്ചും അപൂർവമായി കിട്ടുന്ന കടലാമകളുടെ ചോര കുടിച്ചുമൊക്കെയാണ് അവർ ദാഹം മാറ്റിയത്. രുചിയൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമേ ആയിരുന്നില്ല. എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ആഴ്ചകൾ കൊഴിഞ്ഞുപോയിട്ടും കരയുടെ ഒരു സൂചന പോലും ദൃശ്യമായില്ല. ഒരു ദിവസം അവർ പതിവ് പോലെ ബോട്ടിലെ ഐസും മീനുകളൊക്കെ സൂക്ഷിക്കുന്ന ബോക്സിനുള്ളിൽ വിശ്രമിക്കുമ്പോൾ പുറത്ത് ഒരു ശബ്ദം കേട്ടു. അവർ പുറത്തിറങ്ങി നോക്കുമ്പോൾ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഇരുണ്ടുകൂടി ശക്തമായ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആഴ്ചകളായി മൂത്രം കുടിച്ച് ദാഹം കൊണ്ട് തൊണ്ട വരണ്ട് മരണത്തോട് ഗുസ്തി പിടിക്കുന്ന ആ രണ്ട് മനുഷ്യർക്ക് മഴ ദൈവാനുഗ്രഹം പോലെയാണ് തോന്നിയത്. അവർ വാ പൊളിച്ചു നിന്ന് ആ മഴവെള്ളം തുള്ളികളായി കുടിച്ചു. ആ ശുദ്ധജലം അവരുടെ ശരീരത്തിലേക്ക് ജീവൻ തന്നെ തിരികെ നൽകുന്നത് പോലെ തോന്നിപ്പിച്ചു. അവർ ആ മഴയിൽ കുളിക്കുകയും ബക്കറ്റുകളിൽ കുടിക്കാനായി വെള്ളം ശേഖരിക്കുകയും ചെയ്തു. ആ ആശ്വാസം അവർക്ക് കുറച്ച് ദിവസത്തേക്ക് കൂടി ആയുസ് നീട്ടി നൽകി. എങ്കിലും പസഫിക്കിലെ അനന്തമായ തിരമാലകൾക്കിടയിൽ ഓരോ ദിവസവും അവർക്ക് പുതിയ പരീക്ഷണങ്ങളായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാറി. അവരുടെ അവസ്ഥ കൂടുതൽ ദയനീയമായിക്കൊണ്ടിരുന്നു. ഏകദേശം 2 മാസത്തോളം കഴിഞ്ഞപ്പോൾ തങ്ങളെ രക്ഷിക്കാൻ ഇനി ആരും വരില്ലെന്നും ലോകം തങ്ങളെ മറന്നു കഴിഞ്ഞെന്നും അവർ ഉറപ്പിച്ചു. യാത്രാ കപ്പലുകളൊന്നും കടന്നു പോകാത്ത, വല്ലപ്പോഴും മാത്രം ഭീമൻ കണ്ടെയ്നർ കപ്പലുകൾ വരുന്ന, തീരത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു വിജനമായ കടൽ പ്രദേശത്തായിരുന്നു അവരിപ്പോൾ. ഒരു ദിവസം അവർ ബോട്ടിൽ ചുറ്റും നോക്കിക്കൊണ്ട് തളർന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ ദൂരെ ഒരു ചരക്ക് കപ്പൽ വരുന്നത് അവരുടെ കണ്ണിൽപ്പെട്ടു. ആ നിമിഷം അവരുടെ ശരീരത്തിലേക്ക് ജീവൻ തിരിച്ചു വരുന്നത് പോലെ തോന്നി. കണ്ണുകളിൽ പ്രതീക്ഷയുടെ വെളിച്ചം മിന്നിമറഞ്ഞു. ഒരു നിമിഷം പോലും കളയാതെ അവർ ഒരു വടിയിൽ തങ്ങളുടെ കുപ്പായം കെട്ടി അത് ആ കപ്പലിനു നേരെ സഹായത്തിനായി വീശി. കപ്പലിലുള്ള ആരെങ്കിലും ഈ ഒരു സിഗ്നൽ കാണണമെന്ന പ്രാർത്ഥനയോടെ ജോസ് അൽവാരംഗെ തൻ്റെ സർവ്വശക്തിയുമെടുത്ത് ആ വടി വായുവിൽ വീശി കാണിച്ചു. പക്ഷേ ആ മഹാസമുദ്രം അതിവിശാലവും അവരുടെ പ്രതീക്ഷകൾ വളരെ ചെറുതുമായിരുന്നു. വളരെ അകലെ തങ്ങളെ കണ്ട ഭാവം പോലുമില്ലാതെ ആ കപ്പൽ മുന്നോട്ട് തന്നെ നീങ്ങി. എന്നിട്ടും ജോസ് അൽവാരംഗെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൻ ബോട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ കണ്ണാടി കഷ്ണമെടുത്ത് സൂര്യപ്രകാശത്തിൻ്റെ ആംഗിൾ കൃത്യമായി പിടിച്ച് അവൻ കപ്പലിലേക്ക് പ്രകാശത്തിൻ്റെ പ്രതിഫലനങ്ങൾ ആവർത്തിച്ച് അടിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഒന്നും സംഭവിച്ചില്ല. അധികം വൈകാതെ കൺമുന്നിൽ തെളിഞ്ഞ ആ അവസാനത്തെ പ്രതീക്ഷയും പതുക്കെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ഏകാന്തതയുടെ ആ ക്രൂരമായ പസഫിക് കടലിൽ അവർ വീണ്ടും തികച്ചും ഒറ്റപ്പെട്ടു. ചെറുപ്പം മുതലേ കടലിൻ്റെ ചതിക്കുഴികളോട് പൊരുതി വളർന്നിരുന്നതിനാൽ ജോസ് അൽവാരംഗയ്ക്ക് കടൽ രീതികളോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ചന്ദ്രൻ്റെ സ്ഥാനം നോക്കി ദിവസങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അവർ കടലിൽ അകപ്പെട്ടിട്ട് 4 മാസങ്ങളായിരിക്കുന്നു. എന്നാൽ 23കാരനായ ഇസക്കിയേലിന് ഇതൊരു ഭീകരമായ അവസ്ഥയായിരുന്നു. ശാരീരികമായി മാത്രമല്ല, മാനസികമായും അവൻ പൂർണ്ണമായും തളർന്നു പോയിരുന്നു. ഓരോ നിമിഷവും സ്വന്തം അമ്മയുടെ ഓർമ്മകളും നാട്ടിലെ ഫുട്ബോൾ ടീമും അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം പച്ചയ്ക്ക് ഒരു മീൻ കഴിക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ ഇസക്കിയേൽ ഛർദ്ദിക്കാൻ തുടങ്ങി.
അവന് പച്ച മത്സ്യം കഴിച്ചു മടുത്തിരുന്നു. നിമിഷങ്ങൾക്കകം അവൻ്റെ വായിൽ നിന്ന് നുരയും പതയും പുറത്തു വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ജോർജ് അൽവാറെങ്കയ്ക്ക് മനസ്സിലായില്ല. മുമ്പ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത കടൽ ചുരുക്കും ഭക്ഷണമില്ലായ്മയും കടലിലെ ഏകാന്തതയും ഇസക്കിയേലിനെ ഒരുപാട് തളർത്തി കഴിഞ്ഞിരുന്നു. മീനുകളുടെയും പക്ഷികളുടെയും ആമകളുടെയും പച്ചമാംസം അവനെ മടുപ്പിച്ചു. ഭക്ഷണത്തെക്കുറിച്ച് ഓർക്കാൻ പോലും അവന് പേടിയായി. അവൻ ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായും നിർത്തിയെന്ന് തന്നെ പറയാം. പട്ടിണി കിടന്ന് അവൻ്റെ ശരീരം ഒരു അസ്ഥിക്കൂടം പോലെയായി മാറി. ദിവസങ്ങൾ കടന്നു പോയതോടെ ഇസക്കിയേലിന് ജീവിക്കാനുള്ള ആഗ്രഹം പൂർണ്ണമായും അവസാനിച്ചു. കിടക്കയിൽ നിന്ന് അവനൊന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. ഒടുവിൽ അവൻ കണ്ണുകളടച്ച് മരണത്തിനായി കാത്തിരുന്നു. അവൻ്റെ ശബ്ദം വെറുമൊരു നേർത്ത പിറുപിറുപ്പായി മാറിയിരുന്നു. തനിക്കിനി സഹിക്കാൻ കഴിയില്ലെന്ന് അവൻ ഇടയ്ക്കിടെ ജോസ് അൽവാറെങ്കയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ തിരമാലകൾ ബോട്ടിൽ വന്നടിക്കുമ്പോൾ ഇസക്കിയേലിൻ്റെ വിതുമ്പലുകൾ അൽവാറെങ്കയുടെ ഹൃദയം തകർത്തു. പതുക്കെ ഇസക്കിയേലിന് മനോഭ്രമം സംഭവിക്കാൻ തുടങ്ങി. ചിലപ്പോഴൊക്കെ തൻ്റെ അമ്മ തീരത്തു നിന്ന് തന്നെ വിളിക്കുന്നുണ്ടെന്നും തനിക്കായി കാത്തിരിക്കുകയാണെന്നും അവൻ അൽവാറെങ്കയോട് പിറുപിറുത്തു. ബോധം തിരികെ വരുമ്പോഴൊക്കെ ഇസക്കിയേൽ കരഞ്ഞുകൊണ്ട് ജോസ് അൽവാറെങ്കയോട് തൻ്റെ അവസാനത്തെ ആഗ്രഹം ഒരു വാക്കായി ചോദിച്ചു. നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ മെക്സിക്കോയിൽ പോയി എൻ്റെ അമ്മയെ കാണണം. അവരുടെ മകൻ അവസാന ശ്വാസം വരെ അവരെ ഓർത്തിരുന്നുവെന്ന് പറയണം. ഞാൻ അവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്നും ഒരു യാത്ര പോലും പറയാൻ കഴിയാത്തതിൽ മാപ്പ് ചോദിച്ചുവെന്നും പറയണം. പിറ്റേ ദിവസവും സൂര്യൻ പതിവ് പോലെ ദയയില്ലാതെ കത്തിയെരിയുകയായിരുന്നു. എന്നാൽ ആ സമയം ബോട്ടിനുള്ളിൽ മരവിപ്പിക്കുന്ന ഒരു നിശബ്ദത പടർന്നു. മേഘങ്ങൾക്കപ്പുറം തൻ്റെ അമ്മയുടെ മുഖം കാണുന്നത് പോലെ ആകാശത്തേക്ക് കണ്ണുനട്ട് ഇസക്കിയേൽ തൻ്റെ അവസാനത്തെ നീണ്ട ശ്വാസമെടുത്തു. എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ അവൻ അൽവാറെങ്കയുടെ കയ്യിൽ പതുക്കെ അമർത്തി. തൊട്ടടുത്ത നിമിഷം അവൻ്റെ ശരീരം പൂർണ്ണമായും തളർന്നു വീണു. ജോസ് അൽവാറെങ്ക അവനെ പിടിച്ചുലച്ചു, ഉറക്കെ നിലവിളിച്ചു. പക്ഷേ ഇസക്കിയേൽ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇസക്കിയേലിൻ്റെ മരണം അൽവാറെങ്കയ്ക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമായിരുന്നു. അവൻ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങി. കാരണം അവനാണ് ഇസക്കിയേലിനെ നിർബന്ധിച്ച് ഈ യാത്രയ്ക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. തനിക്ക് പകരം എന്തുകൊണ്ടാണ് ഇസക്കിയേൽ മരിച്ചതെന്ന് ചോദിച്ച് അവൻ സ്വയം ശപിച്ചു. ഈ വിയോഗം അവനെ ഭ്രാന്തിൻ്റെ ഇരുണ്ട തലങ്ങളിലേക്ക് തള്ളിവിട്ടു. അവൻ ഒരു അപകടകരമായ ഒരു കളി കളിക്കാൻ തുടങ്ങി. തൻ്റെ കൂട്ടുകാരൻ മരിച്ചുവെന്ന കാര്യം അംഗീകരിക്കാൻ അവൻ തയ്യാറായില്ല. തിരമാലകളിൽ തട്ടി ശരീരം കടലിലേക്ക് പോകാതിരിക്കാൻ അവൻ ആ മൃതദേഹം ബോട്ടിൻ്റെ മുൻഭാഗത്ത് ചാരിയിരുത്തി. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ ജോസ് അൽവാറെങ്ക ആ ജീവനില്ലാത്ത ശരീരത്തോട് സംസാരിക്കാൻ തുടങ്ങി. മണിക്കൂറുകളോളം അവൻ ആ മൃതദേഹത്തോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. രാവിലത്തെ ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ചു, കാലാവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു, ആശ്വസിപ്പിച്ചു, തൻ്റെ പദ്ധതികൾ പങ്കുവച്ചു. എന്നിട്ട് ഇസക്കിയേൽ മറുപടി പറയുന്നത് പോലെ തന്നെ സ്വയം മറുപടിയും പറഞ്ഞു. താൻ ഇപ്പോഴും ഒറ്റയ്ക്കല്ലെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ അവൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ഏതാണ്ട് 6 ദിവസത്തോളം ആ ഭ്രാന്തമായ സംഭാഷണം തുടർന്നു. എന്നാൽ ഒരു രാത്രിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ പെട്ടെന്ന് ആ യാഥാർത്ഥ്യത്തിലേക്ക് ഞെട്ടിയുണർന്നു. താൻ ദിവസങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജീർണിച്ചു തുടങ്ങിയ ഒരു ശവശരീരത്തോടാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ മൃതദേഹത്തോടൊപ്പം ഇനിയും തുടർന്നാൽ തൻ്റെ സമനില പൂർണ്ണമായും തകരുമെന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ ആ ദിവസം കനത്ത ഹൃദയഭാരത്തോടെ അവൻ ഇസക്കിയേലിൻ്റെ മൃതദേഹം കടലിലേക്ക് തള്ളിവിട്ടു. പസഫിക്കിൻ്റെ ആഴങ്ങളിലേക്ക് അത് പതുക്കെ താഴ്ന്നുപോയി. ആ അനന്തമായ കടലിന് നടുവിൽ ജോസ് അൽവാറെങ്ക തികച്ചും ഒറ്റയ്ക്കായി. ഇനി അങ്ങോട്ട് കടലിൻ്റെ ക്രൂരതകളെ നേരിടുന്നത് ജോസ് അൽവാറെങ്ക ഒറ്റയ്ക്കാണ്. സംസാരിക്കാൻ ഒരു ശബ്ദം പോലുമില്ലാതെ കടന്നു പോകുന്ന ഓരോ ദിവസവും ഓരോ വർഷം പോലെയാണ് അവന് തോന്നിയത്. മാസങ്ങളോളം അവൻ ആ കടലിൻ്റെ നടുവിൽ അങ്ങനെ കിടന്നു. വിശപ്പും ദാഹവും ഏകാന്തതയും താങ്ങാനാകാതെ അവൻ 4 തവണ സ്വയം ജീവനെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ഓരോ തവണയും അവൻ്റെ ഉള്ളിലെവിടെയോ അവശേഷിച്ച ആത്മവിശ്വാസത്തിൻ്റെ ആ ചെറിയ തിരുനാളം അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഇത്തരമൊരു ഭീകരാവസ്ഥയിൽ ആരും ഭ്രാന്തനായി പോകും. അതുകൊണ്ട് തന്നെ മാനസിക നില തെറ്റാതിരിക്കാൻ ജോസ് അൽവാറെങ്ക
തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന കടൽ പക്ഷികളുമായി ഒരു കൂട്ടുകൂടാൻ തുടങ്ങി. ഈ സമയത്താണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു പക്ഷിയെ അവൻ ശ്രദ്ധിക്കുന്നത്. അതിന് അവനെ ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. വേഗത്തിൽ പറന്നു പോകാൻ ഒട്ടും തിടുക്കവും കാണിച്ചതുമില്ല. അൽവാരംഗെ അതിനെ തൻ്റെ കൊച്ചു ഐസ് ബോക്സ് കൂടാരത്തിനുള്ളിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ അതിന് പാഞ്ചോ എന്ന് പേരിട്ടു. അവൻ അതിന് മീൻ കഷ്ണങ്ങൾ നൽകി. തൻ്റെ നാടിനെക്കുറിച്ചും തൻ്റെ മകളെക്കുറിച്ചും പഴയ ജീവിതകാലത്തെക്കുറിച്ചുമൊക്കെ മണിക്കൂറുകളോളം അവൻ പാഞ്ചോയോട് സംസാരിച്ചു. ഈ പസഫിക് സമുദ്രത്തിൽ നിന്നും താൻ എങ്ങോട്ടെങ്കിലും ജീവനോടെ മടങ്ങിയെത്തണമെന്ന് പാഞ്ചോയുടെ സാന്നിധ്യം അവനെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അൽവാരംഗയ്ക്ക് കഴിക്കാൻ ഒരു തരി ആഹാരം പോലും ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു ചേർന്നു. ദിവസങ്ങളോളം അവൻ പട്ടിണി കിടന്നു. വിശപ്പ് സഹിക്കാനാകാതെ വന്നപ്പോൾ അവൻ സ്വന്തം നഖങ്ങൾ കടിച്ചു മുറിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും വിശപ്പടങ്ങിയില്ല. അവൻ്റെ ശരീരം തളർന്നു വീഴാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ പാഞ്ചോ എന്ന പക്ഷിയുടെ മേൽ പതിഞ്ഞത്. അവൻ ചിന്തിച്ചു, ഞാൻ ഈ പക്ഷിയെ തിന്നില്ലെങ്കിൽ ഇസക്കിയേലിനെ പോലെ ഞാനും ഇവിടെ കിടന്ന് ചാകും. വിശപ്പ് അവൻ്റെ ഉള്ളിലെ മനുഷ്യത്വത്തെ വിഴുങ്ങി. അതിജീവനത്തിനായുള്ള സഹജവാസന അവനിൽ ഉണർന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ വളർത്തുപക്ഷിയുടെ കഴുത്ത് നെരിച്ച് കൊന്ന് അതിൻ്റെ ഇറച്ചി തിന്നു. ആ ഭക്ഷണം അവന് കുറച്ച് ഊർജം നൽകി. പക്ഷേ അപ്പോൾ അവൻ വീണ്ടും ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒറ്റുകാരനായി മാറിക്കഴിഞ്ഞിരുന്നു. സംസാരിക്കാൻ ഒരു പക്ഷി പോലും അവനിപ്പോൾ കൂട്ടിനില്ല. തനിക്ക് ചുറ്റും ആരുമില്ലാതായപ്പോൾ അതിജീവിക്കാൻ വേണ്ടി അൽവാരംഗെ തൻ്റെ മനസ്സുകൊണ്ട് ഒരു സ്വപ്നലോകം പണിതുയർത്തി. അവൻ കണ്ണുകളടച്ച് തൻ്റെ ഗ്രാമത്തിലെ തെരുവുകളിലൂടെ നടക്കുന്നത് സങ്കല്പിച്ചു. സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നതായും അവരോടൊപ്പം ചിരിച്ചുല്ലസിക്കുന്നതായും അവൻ മനസ്സിൽ കണ്ടു. ആ സങ്കല്പത്തിലെ വിരുന്നുകൾ പോലും യഥാർത്ഥമാണെന്ന് വിശ്വസിക്കാൻ തക്കവിധം അവൻ തൻ്റെ തലച്ചോറിനെ ശീലിപ്പിച്ചു കഴിഞ്ഞിരുന്നു. മരണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ അവൻ കണ്ടെത്തിയ വഴിയായിരുന്നു അത്. ജീവനോടെ ഇരിക്കണമെന്ന അവൻ്റെ ആഗ്രഹം അത്രമേൽ ശക്തമായിരുന്നതിനാൽ കടലിലെ കഠിനമായ ആ ഏകാന്തതയിൽ അവൻ 400-ലധികം ദിവസങ്ങൾ അതിജീവിച്ചു. അവൻ്റെ താടിയും മുടിയും നീണ്ടു വളർന്നു. വെയിലേറ്റ് ശരീരം കരിഞ്ഞുണങ്ങി. ദേഹമാകെ പഴുത്ത വ്രണങ്ങൾ പൊന്തി വന്നു. എന്നിട്ടും അവൻ്റെ ധൈര്യം ചോർന്നു പോയില്ല. ഇത്രയധികം കാലം കഴിഞ്ഞിട്ടും പ്രതീക്ഷയുടെ ഒരു കിരണവും അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നില്ല. ഒരു ഘട്ടത്തിൽ ഇനി ഒരു അത്ഭുതവും സംഭവിക്കാനില്ലെന്നും മരണമാണ് തൻ്റെ അടുത്ത ലക്ഷ്യമെന്നും അവൻ ഉറപ്പിച്ചു. തൻ്റെ അവസാനത്തെ ശ്വാസവും നിലയ്ക്കുമെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം കടൽ പക്ഷികളുടെ ശബ്ദം അവൻ കേൾക്കുന്നത്. കരയോട് അടുത്ത് മാത്രം ജീവിക്കുന്ന പക്ഷികളായിരുന്നു അവ. അവൻ്റെ ചെവികളെ വിശ്വസിക്കാനായില്ല. ഇവിടെ ഒരു തീരമുണ്ടാകാൻ വഴിയില്ലെന്നും ഇത് തൻ്റെ മനോഭ്രമത്തിൻ്റെ ഭാഗമാണെന്നും അവൻ കരുതി. എന്നാൽ അധികം വൈകാതെ ദൂരെ ചക്രവാളങ്ങളിൽ അവൻ ഒരു കാഴ്ച കണ്ടു. മരങ്ങളും ചെടികളും നിറഞ്ഞ ഒരു കുന്നിൻ പ്രദേശം. അതൊരു സ്വപ്നമല്ലെന്ന് ഉറപ്പിക്കാൻ അവൻ വീണ്ടും വീണ്ടും കണ്ണുകൾ തിരുമ്മി നോക്കിക്കൊണ്ടേയിരുന്നു. ഇത്തവണ അവന് തെറ്റിയില്ല. അവൻ ശരിക്കും കരയോടടുത്ത് എത്തിയിരിക്കുന്നു. ജോസ് അൽവാരംഗയ്ക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിലേക്ക് തിരികെ എത്താൻ പോകുന്ന പ്രതീക്ഷയുടെ സ്വർണ്ണ വെളിച്ചം പോലെ അദ്ദേഹം ആ ദ്വീപിലേക്ക് നോക്കി. മാർഷൽ ദ്വീപുകളുടെ ഒരു വിദൂര കോണായി മാറിയ എബോൺ നെൽറ്റോൺ എന്ന ചെറിയൊരു ദ്വീപായിരുന്നു അത്. ആ ദ്വീപിനെ ലക്ഷ്യമാക്കി ബോട്ടിനെ ചലിപ്പിക്കുന്നതിനോ തുഴയുന്നതിനോ ജോസ് അൽവാരംഗയുടെ പക്കൽ യാതൊരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. ഇനിയും ഈ ബോട്ടിൽ തന്നെ തുടർന്നാൽ ബോട്ട് ചിലപ്പോൾ തിരയിൽപ്പെട്ട് ദിശ മാറി മറ്റെങ്ങോട്ടെങ്കിലും ഒഴുകിപ്പോയേക്കാം. രക്ഷപ്പെടാൻ ഇതാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കിയ ജോസ് അൽവാരംഗെ ആ ബോട്ടിനെ ഉപേക്ഷിച്ച് കടലിലേക്ക് എടുത്തു ചാടി. എന്നിട്ട് അദ്ദേഹം കണ്ട കര ലക്ഷ്യമാക്കി നീന്തി. മാർഷൽ ദ്വീപുകളുടെ ഭാഗമായ എബോൺ നെൽറ്റോണിലെ ടിൽ ഐലൻഡ് എന്ന കൊച്ചു ദ്വീപിലേക്ക് അദ്ദേഹം നീന്തിയെത്തി. മണലിൽ കമിഴ്ന്നു കിടക്കുന്ന അൽവാരംഗയ്ക്ക് ആ നിമിഷം തൻ്റെ പുനർജന്മം തന്നെയായിരുന്നു. അങ്ങനെ ഒടുവിൽ 2014 ജനുവരി 30 അവൻ്റെ ആ ഭീകരമായ യാത്ര അവസാനിച്ചു. നീണ്ട 438 ദിവസങ്ങൾ കടലിൽ കഴിഞ്ഞ അവൻ ഏകദേശം 6700 മൈൽ, അതായത് 10,000 കിലോമീറ്ററിലധികം ദൂരമാണ് പിന്നിട്ടത്. അതിനെ വിധിയെന്നോ ഭാഗ്യമെന്നോ വിളിക്കാം. കാരണം അൽവാരംഗയുടെ ആ ബോട്ട് എബോൺ അറ്റോൾ തൊടാതെ മാറിയാണ് ഒഴുകിയിരുന്നതെങ്കിൽ അടുത്ത 3000 മൈലുകളിലേക്ക് അവന് ഒരു കര പോലും കാണാൻ കഴിയുമായിരുന്നില്ല.
അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ മരണം ഉറപ്പായിരുന്നു. വിറയ്ക്കുന്ന കൈവിരലുകൾ കൊണ്ട് അവൻ കരയിലെ മണൽത്തരികൾ വാരിയെടുത്തു. ഭൂമിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള നിധി കിട്ടിയതുപോലെയാണ് അവൻ അത് തോന്നിയത്. എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അവന് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ മണ്ണിലൂടെ ഇഴങ്ങി നീങ്ങി അവൻ കാട്ടുപടർപ്പുകൾ കടന്ന് ഒരു ചെറിയ കുടിലിനരികിലെത്തി. ആമി ലിബോക് മേത്തയും ഭർത്താവ് റസൽ ലെഡിക്കുമായിരുന്നു ആ കുടിലിൽ താമസിച്ചിരുന്നത്. താടിയും മുടിയും നീണ്ടു വളർന്ന് വളരെ പ്രാകൃതമായി നഗ്നമായി ഒരു ഭ്രാന്തനെ പോലെ ആരും കണ്ടാൽ പേടിക്കുന്ന ഒരു രൂപത്തിലായിരുന്നു അപ്പോൾ ജോസ് അൽവാരങ്ക. മുറിഞ്ഞ സ്പാനിഷ് ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിച്ച അൽവാരങ്ക ആവർത്തിച്ച് തൻ്റെ വയറ്റിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു. ഈ മനുഷ്യൻ ഏതോ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. ആ ദമ്പതികൾ ജോസ് അൽവാരങ്കയ്ക്ക് വസ്ത്രങ്ങളും ഭക്ഷണവും നൽകി. പിന്നെ പോലീസിനെയും വിവരം അറിയിച്ചു. ഭക്ഷണത്തിനിടയിലും അവൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു. കാരണം ഇത്രയധികം മാസങ്ങൾക്ക് ശേഷം ഒടുവിൽ അവന് സംസാരിക്കാൻ ചില മനുഷ്യരെ കിട്ടിയിരിക്കുന്നു. ആ ശബ്ദത്തിൽ ആശ്വാസവും പരിഭ്രാന്തിയും ഇത്രയും കാലം അവൻ ഒറ്റയ്ക്ക് അനുഭവിച്ചറിഞ്ഞ ആഴത്തിലുള്ള വേദനയും കലർന്നിരുന്നു. ആമിയും റസലും വിവരമറിയിച്ചതിനെ തുടർന്ന് അധികാരികൾ സംഭവസ്ഥലത്തെത്തി. അവൻ്റെ അവസ്ഥ കണ്ട് അവർ സ്തബ്ധരായിപ്പോയി. ഉടനെ തന്നെ അവനെ തലസ്ഥാനമായ മഞ്ചുരോയിലുള്ള ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി മാറ്റി. 11 ദിവസമാണ് അദ്ദേഹത്തിന് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നത്. ആ സമയം കൊണ്ട് പോലീസ് ജോസ് അൽവാരങ്കയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. 2012 നവംബർ 17 മെക്സിക്കോയിലെ ചിയാപ്പസ് എന്ന സ്ഥലത്ത് നിന്നും മത്സ്യബന്ധനത്തിനായി കടലിൽ പോയ ശേഷം കാണാതായ ആ വ്യക്തി തന്നെയാണ് 438 ദിവസങ്ങൾക്ക് ശേഷം 2014 ജൂലൈ 30 US-ലെ മാർഷൽ ദ്വീപുകളിൽപ്പെടുന്ന എബോൺ അറ്റോൺ എന്ന ദ്വീപിൽ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തുന്നു. ഇത് ലോക പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. 11 ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി വിട്ടിട്ടും ജോസ് അൽവാരങ്കയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. താൻ അതിജീവിക്കുകയാണെങ്കിൽ തൻ്റെ അമ്മയെ പോയി കാണണമെന്ന് ഇസക്കിയലിനോട് മരണത്തിനു മുമ്പ് ജോസ് അൽവാരങ്ക വാക്ക് നൽകിയിരുന്നു. ആ വാക്ക് പാലിക്കാൻ ജോസ് അൽവാരങ്ക ഇസക്കിയലിൻ്റെ വീട്ടിലെത്തി അവൻ്റെ അമ്മയെ കണ്ട് കൂട്ടുകാരൻ്റെ അവസാനത്തെ നാളുകളെക്കുറിച്ചുള്ള മുഴുവൻ സത്യവും അവരോട് തുറന്നു പറഞ്ഞു. പിന്നീട് അമേരിക്കയിലെയും മെക്സിക്കോയിലെയും ഒക്കെയുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകർ ജോസ് അൽവാരങ്കയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു മാധ്യമ പ്രവർത്തകനായ ജോനാഥൻ ഫ്രാങ്ക്ലിൻ എന്ന ഒരു വ്യക്തി ജോസ് സാൽവഡോർ അൽവാരങ്കയോട് കടലിൽ പെട്ടുപോയ ദിവസങ്ങളെക്കുറിച്ചെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയ വിവരങ്ങൾ വച്ച് 2015 നവംബർ 17 438 ഡേയ്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ട്രൂ സ്റ്റോറി ഓഫ് സർവൈവൽ അറ്റ് സീ എന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു. അത് ബെസ്റ്റ് സെല്ലറായി മാറുകയും അതുവഴി ജോസ് സാൽവഡോറിന് ധാരാളം പണം ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പുസ്തകം ജോസ് അൽവാരങ്കയെ മറ്റൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. 2012 ജോസ് അൽവാരങ്ക കടലിൽ മത്സ്യബന്ധനത്തിനായി പോയപ്പോൾ കൂട്ടിക്കൊണ്ടുപോയ ഇസക്കിയൽ കൊർഡോബയുടെ മരണവുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ പ്രശ്നം. ഈ പുസ്തകത്തിലൂടെയാണ് ഇസക്കിയലിൻ്റെ മരണത്തെക്കുറിച്ചും 6 ദിവസം വരെ ബോട്ടിൽ സൂക്ഷിച്ച ശേഷം ബോഡി കടലിൽ ഉപേക്ഷിച്ചു എന്നതുമെല്ലാം പൊതുജനം അറിയുന്നത്. ഈ പുസ്തകം വായിക്കാനിടയായ ഇസക്കിയൽ കൊർഡോബയുടെ ഫാമിലിക്ക് ഒരു സംശയം തോന്നുകയാണ്. ജോസ് അൽവാരങ്ക പറയുന്നത് കള്ളമാണെന്നും വിശപ്പ് സഹിക്കാതായപ്പോൾ ഇസക്കിയലിനെ ജോസ് അൽവാരങ്ക കൊന്ന് ഭക്ഷിച്ചതാകാം എന്നൊക്കെ കാണിച്ച് ജോസ് അൽവാരങ്കയ്ക്കെതിരെ ഇസക്കിയലിൻ്റെ കുടുംബം $1 മില്യൺ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുന്നു. ജോസ് അൽവാരങ്കയെ പ്രതിയാക്കി കേസെടുത്തുവെങ്കിലും മറ്റ് തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. പക്ഷേ ജോസ് അൽവാരങ്കയുടെ ഉള്ളിൽ ആ പഴയ മനുഷ്യൻ പൂർണ്ണമായും ഇല്ലാതായിരുന്നു. രാത്രികളിൽ അവന് തനിയെ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. 438 ദിവസങ്ങൾ കടലിൽ ഒറ്റപ്പെട്ടു പോയതിൻ്റെ ഭീതി അദ്ദേഹത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഒറ്റപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ അവൻ എപ്പോഴും മുറിയിലെ വെളിച്ചം തെളിച്ചു വച്ചു. എങ്കിലും അവൻ്റെ അസാധാരണമായ ഈ കഥ ലോകത്തെ അത്രമേൽ സ്വാധീനിച്ചു. ജോസ് അൽവാരങ്കയുടെ 438 ദിവസത്തെ ആ യാത്ര വലിയൊരു അതിജീവനത്തിൻ്റെ കഥ മാത്രമല്ല, അത് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ തെളിവ് കൂടിയാണ്. ജീവിക്കണമെന്ന് ഒരാൾ ഉറച്ചു തീരുമാനിച്ചാൽ അയാൾക്ക് മരണത്തെപ്പോലും തോൽപ്പിക്കാനാകുമെന്ന് അത് കാട്ടിത്തരുന്നു. നിങ്ങളാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അകപ്പെട്ടാൽ
രക്ഷപ്പെടാൻ എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമെന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ലോകത്ത് ഇതുപോലെ നടന്നിട്ടുള്ള സംഭവബഹുലമായ കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ പുതുമയേറിയതും ഈ ലോകത്ത് നടന്ന മറ്റൊരു സംഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.